ഇതിപ്പം നിങ്ങൾ കാണുന്നത് ഇപ്പം കണ്ടില്ലേ, റോഡ് സൈഡും വീടുകളൊക്കെ അല്ലേ കാണുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹരിതവർണ്ണമായിട്ടുള്ള ലോണ്, ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഇങ്ങനെ ഇതാണ്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ ഓരോ സംവിധാനങ്ങൾ നോക്കണം. കണ്ടോ, ഇവിടെ ഇരിക്കാൻ വേണ്ടി ഒരു ബെഞ്ച്, ഇതെല്ലാം സർക്കാർ ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത്ര മനോഹരമായിട്ട് കണ്ടോ, നടക്കാൻ വേണ്ടി നടപ്പാതകൾ, ബെഞ്ച്, അതിനുശേഷം ആർട്ടിഫിഷ്യലായിട്ട് കണ്ടോ ഒരു വനം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, നമുക്ക് മനസ്സിന് ഭയങ്കര റിലാക്സേഷൻ തരുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എക്സസൈസ്, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, നമുക്ക് നടക്കാൻ വളരെ എന്താ പറയുന്നത് വിശാലമായിട്ടുള്ള നടപ്പാത, ഏറ്റവും ഭംഗിയായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളിവിടുത്തെ നീറ്റ്നെസ് നോക്കൂ, അങ്ങനെ എത്ര ഭംഗിയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ. ഒരു എന്താ പറയുന്നത്, നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ നടപ്പിലാക്കാവുന്നേ ഉള്ളൂ. കേരളത്തിൽ ഇങ്ങനെ ടൂറിസം വികസിക്കുക എന്നുള്ളത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റെന്ത് വ്യവസായമാണ് നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലിപ്പം കമ്മ്യൂണിസ്റ്റൊക്കെ വളരെ എന്താ പറയുന്നത് ചീപ്പ് രീതിയിലേക്കൊക്കെ പോയി ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളെല്ലാം പൂട്ടി. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് അതിനുള്ള സ്ഥലമില്ല, അതിനുള്ള മറ്റ് എന്താ പറയുന്നത്, ഇപ്പം നമ്മളെ സംസ്ഥാനം വളരണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കൂ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് മനോഹരമായ ഒരു ഗ്രൗണ്ട്, പച്ചപ്പ് നിറഞ്ഞൊരു ഗ്രൗണ്ട്. ഇതെല്ലാം നമ്മുടെ പൊതുജനങ്ങൾ താമസിക്കുന്ന വീടും റോഡും മനോഹരമാക്കി ചെയ്തിരിക്കുന്നതാണ്. ഇത് ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു ആ പാർക്കിന് തൊട്ടരികത്ത് തന്നെ നമുക്ക് ഫാമിലിയായിട്ട് വന്നിരിക്കാനൊക്കെ, ഗെറ്റ് ടുഗദർ ചെയ്യാനൊക്കെ പറ്റുന്നൊരു മനോഹരമായിട്ട് ചെയ്തിട്ടിരിക്കുന്ന ബെഞ്ചും കാര്യങ്ങളൊക്കെ. ഇത് ഇവിടെ നോക്കിയോ, ഇത് കണ്ട, ഇത് ബാർബിക്യൂ, ഇവിടെ നമുക്ക് ആഹാര സാധനങ്ങൾ കൊണ്ടുവന്ന് ഇതെല്ലാം സർക്കാർ ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ നോക്കൂ, ഇതെത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മുടെ കൊച്ചു കേരളത്തിലെ ഏറ്റവും നമ്മുടെ കേരളത്തിലെ സ്കോപ്പുകൾ മനോഹരമല്ലേ, ഇതിലും എത്രയോ മനോഹരമാണ് നമ്മുടെ കേരളത്തിൽ ചെയ്യാവുന്ന സർക്കാരിന് ചെയ്തിട്ട്. സർക്കാർ അതുപോലെ ജനങ്ങൾ ഈ ഗോവയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്, ജനങ്ങൾ കൂടെ വളരെയേറെ ഹൗസ് കീപ്പിങ്ങിനും വേസ്റ്റ് മാനേജ്മെൻറ്റിലൊക്കെ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വരുമാന മാർഗ്ഗമാണ്. നമ്മുടെ കേരളത്തിൽ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വരുമാനം വരികയാണെന്നുണ്ടെങ്കിൽ അവരും അതിൻ്റെ ഒരു ഭാഗമാകും. അപ്പം ഇത് വളരെയേറെ സക്സസ്ഫുൾ ആവും. സർക്കാരിന് ചെയ്യാവുന്ന കാര്യമുള്ളൂ, പക്ഷേ സർക്കാർ ഇതൊന്നും ചെയ്യത്തില്ല, അവർക്ക് മറ്റു പലതിലുമാണല്ലോ താല്പര്യം. അപ്പം ഇതൊരു എന്താ പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്തിന് വൻ പുരോഗതി, GDP, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ GDP വളരാൻ വേണ്ടിയുള്ള ഒരു വലിയൊരു എന്താ പറയുന്നത് ഒരു വലിയ കുതിച്ചാട്ടം തന്നെ ആയിരിക്കും നമ്മുടെ സംസ്ഥാനം ടൂറിസം എന്ന് പറയുന്ന ഒരൊറ്റ വ്യവസായത്തിൽ ഊന്നി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. പണ്ടത്തെ പോലെ വിദേശികൾ വന്ന് കേരളത്തിൽ അല്ലെങ്കിൽ അവർ വരുന്ന 1-2 സ്ഥലങ്ങൾ മാത്രം അങ്ങനെയൊന്നും അല്ലല്ലോ. കേരളത്തിലെ ഒട്ടുമുക്ക സ്ഥലങ്ങൾ ഇപ്പം സ്വദേശിയായിട്ടുള്ള ആൾക്കാർ, നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇതിന് നമ്മുടെ കേരളത്തിനകത്ത് തന്നെ ആൾക്കാർ എത്രയോ ടൂറ് പോകാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും. മനോഹരമാക്കിയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും വരും, വിദേശികൾ വരണമെന്നില്ല, നമ്മുടെ സ്വദേശികൾ തന്നെ ടൂറിസ്റ്റുകളായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർ വരും. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൂറിസം ഊന്നി മുന്നോട്ട് പോകുന്നതാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്താ പറയുന്നത് എക്കോ സിസ്റ്റം സംരക്ഷിക്കാനും. നമ്മൾ കേരളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ളത് എക്കോ സംരക്ഷിക്കേണ്ട ഒരു സംസ്ഥാനമാണ്. കാരണം വളരെ ചെറിയൊരു സംസ്ഥാനമാണ്, വളരെ ആൾക്കാർ 6 കോടി 7 കോടി 6.5 കോടിയോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു, സ്ഥലമില്ല. നമുക്ക് വിഭവശേഷി അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് തരത്തിലുള്ള നമുക്ക് ഫെസിലിറ്റീസുകൾ, അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വ്യവസായത്തിന് വേണ്ടി എടുക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള നോക്കി എന്ത് മനോഹരമാണെന്ന് നോക്കി, സ്ട്രീറ്റൊക്കെ എത്ര മനോഹരമാണെന്ന് നോക്കി. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ പറ്റാത്തതുകൊണ്ടാണോ? പറ്റും, പക്ഷെ നമ്മുടെ സർക്കാരുകൾക്ക് ഇതൊന്നും അല്ലല്ലോ ശ്രദ്ധ. നമ്മളുടെ സംസ്ഥാനം വളരാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു വ്യവസായമാണ് ടൂറിസം എന്ന് പറയുന്നത്. മനോഹരമാക്കുക, നമ്മുടെ സംസ്ഥാനം മനോഹരമാക്കുക, നമ്മുടെ സംസ്ഥാനത്തെ ഒരു ടൂറിസം സംസ്ഥാനമാക്കി മാറ്റുക. വിദേശികൾ മാത്രമല്ലല്ലോ, സ്വദേശികൾ ഇഷ്ടം പോലെ വരും. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ GDP കുതിച്ചു ഉയരാനും സംസ്ഥാനം വേറെ ലെവലിലോട്ടും പോകാൻ വേണ്ടി ഇതിൽ പോലെ നല്ലൊരു വ്യവസായമില്ല. പ്രത്യേകിച്ച് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ആൾക്കാർ പഴയ മെൻറ്റാലിറ്റി ഒന്നുമല്ല, പൈസ എടുത്തിട്ട് അവനവൻ്റെ വീടുകളിൽ അവനവൻ്റെ ബാങ്കിലിട്ട് വെക്കുന്ന പരിപാടിയൊക്കെ അല്ല ഇപ്പം. നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നുന്നൊരു വലിയൊരു തിക്ക് ഫോറസ്റ്റോ അങ്ങനെ
ഉള്ള എന്തോ ഒരു സംഭവമാണെന്നല്ലേ. ഇതൊന്നുമല്ല, ഇത് സർക്കാർ കാശ് കൊടുത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മരങ്ങളാണ്. ഇത് എക്കോസിസ്റ്റം സംരക്ഷിക്കാൻ വേണ്ടി. അതായത് നോക്കി, അല്ല ഒന്നാന്തരം റോഡാണ് ഓപ്പോസിറ്റ് സൈഡിൽ. വീടുകളും റോഡുകളും നടപ്പാതകളും. രണ്ടാണ് ലക്ഷ്യം. ഒന്ന്, പ്രകൃതിയെ സംരക്ഷിക്കുക. രണ്ട്, ആൾക്കാരുടെ ആരോഗ്യം. മനോഹരമായിട്ടുള്ള ഇങ്ങനെ നടപ്പാതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എക്സസൈസ് ചെയ്യാനും ഇരിക്കാനും, അതുപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാനോ ഒരു പിക്നിക് മൂഡിലേക്ക് പോകാനോ ഒക്കെ ആയിട്ടുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിനകത്തൊക്കെ വഴികളാണ് കേട്ടോ. ഒന്നാന്തരം വഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ പിടിച്ചു പറയുക അല്ലെന്നുണ്ടെങ്കിൽ തമ്മാടിത്തരങ്ങളൊന്നും നടക്കുന്ന സ്ഥലങ്ങളല്ല. മനോഹരമായിട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇവിടെ അങ്ങനെ സെക്യൂരിറ്റി ഇല്ല, ഒന്നുമില്ല. നമുക്ക് പോവാം. ഇതൊക്കെയാണ് ഓരോ സ്ഥലം, ഓരോ രാജ്യത്തും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇത്ര മനോഹരമായിട്ടാണ് അവർ ഇതൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടി സർക്കാരാണ് മുന്നിട്ട് കാണേണ്ടത്. സർക്കാർ അതുപോലെ തന്നെ നമ്മുടെ സ്വകാര്യ കമ്പനികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ ആൾക്കാർക്ക് തൊഴിൽ കിട്ടും, GDP മുന്നോട്ട് പോകും, സംസ്ഥാനം ഏറ്റവും മനോഹരവും ഏറ്റവും നീറ്റായിട്ട് കിടക്കും, ആൾക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടും, എക്കോസിസ്റ്റം സംരക്ഷിക്കപ്പെടും, അതുപോലെ തന്നെ തൊഴിൽ മേഖല വളരും, GDP മുന്നോട്ട് പോകും. ഇത് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു മാർഗങ്ങളില്ല. ഇപ്പം നമുക്കിപ്പം വ്യവസായ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യന്താപേക്ഷിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ് അത് കിട്ടാനില്ല, ജോലി ചെയ്യാനുള്ള ആൾക്കാരെ കിട്ടാനില്ല. പിന്നെ നെക്സ്റ്റ് നമ്മുടെ റോഡുകൾ, അതിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അപ്പം ഇഷ്ടംപോലെ എയർപോർട്ടുള്ളത് കാര്യമാണ്, ആൾക്കാർക്ക് വന്നിറങ്ങാം. പക്ഷെ അവിടുന്ന് പോകാൻ വേണ്ടിയുള്ള സൗകര്യം അതുകൂടെ മെച്ചപ്പെടുത്തണം. ഒരു വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള റോഡോ അല്ലെന്നുണ്ടെങ്കിൽ വൈദ്യുതിയോ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പരിമിതികൾ ഒരുപാടാണ്. അപ്പം കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന, ബുദ്ധിപൂർവ്വം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് സർക്കാർ തിരിഞ്ഞ് അതിന് വേണ്ടിയുള്ള നടപടികളെടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലഘട്ടം ഇന്ത്യയുടെ പൊതുവേ ഉള്ള വളർച്ച ഭൂമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളം മാത്രമുണ്ട് പിന്നോട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളി പ്രവാസികളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തു പോകുന്നു. ബാക്കി ആൾക്കാരെ എന്നെല്ലാം നികുതി പിഴിഞ്ഞിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അവർ ചെയ്യുന്ന എന്താണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പ്രകൃതിയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തടാകമൊന്നുമല്ല. ഇതെല്ലാം മനോഹരമായി ചെയ്തുണ്ടാക്കിയിരിക്കുന്ന, അതായത് സർക്കാർ കാശ് മുടക്കി ചെയ്തുണ്ടാക്കിയിരിക്കുന്ന പാർക്കും ചെറിയ ചെറിയ തടാകങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് ഇതെല്ലാം സംരക്ഷിക്കപ്പെടുന്ന, ഇതൊന്നും നമ്മൾ വളർത്തുന്ന താറാവൊന്നുമല്ല കേട്ടോ. ഇതെല്ലാം കാട്ടു താറാക്കളാണ്. ഇതെല്ലാം ഇവയെ സംരക്ഷിക്കാതെ കൂടി ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മളീ കാണുന്നില്ല, ഇതെല്ലാം വെച്ച് പിടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ തരത്തിലുള്ള ചെടികളാണ് ഇതൊക്കെ. ഈ മാലിന്യം കൂടെ ഇത്തരത്തിലുള്ള ചെടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈ ഹൈഡ്രോ കാർബൺ വേസ്റ്റ് അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ വരില്ലേ, അതൊക്കെ ഇത് വലിച്ചെടുത്ത് ഇവിടുത്തെ എക്കോസിസ്റ്റം കൂടി സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതുണ്ടോ, എത്ര എണ്ണമാണെന്ന് നോക്കി. ഇതെല്ലാം കാട്ടുതാറാവാണ് കേട്ടോ. ഇതൊന്നും മനുഷ്യൻ വളർത്തുന്ന താറാവൊന്നുമല്ല. കണ്ടില്ലേ, ഇത്ര മനോഹരമല്ലേ ഇത് കാണാൻ വേണ്ടി തന്നെ. നോക്കി, ഇത്ര മനോഹരമാണ്. ഇത്ര മനോഹരമായിട്ടാണ് ഈ സ്ഥലം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ കാണുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ ഞാൻ ഒപ്പിയെടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ എന്താ പറയുന്നത്, ജീവിതത്തിൽ ഒരുപാട് പേര് പലരും കണ്ട് ആസ്വദിച്ച സംഭവങ്ങളായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാട്ടുതാറാവാണ്, ഫുഡ് ചെയ്യാനൊന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ ഇത് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ വരുന്നത്. കണ്ട, പറക്കും. പിന്നെ വേറൊരു പക്ഷിനെ കണ്ട, റെയർ ഇനത്തിൽപ്പെട്ട ഏതൊക്കെയോ പക്ഷികളാണ്, അത് സംരക്ഷിക്കപ്പെടുന്ന പക്ഷികളാണ്. പലതരത്തിലുള്ള പക്ഷിക്കൂട്ടങ്ങളുണ്ട്. കൂക്കു 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 ഫുഡ് കിട്ടുമെന്നുള്ള ധാരണയിലാണ് കേട്ടോ ഇതുങ്ങളെല്ലാം വരുന്നത്. പക്ഷെ ഞാനൊന്നും കൊണ്ടുവന്നില്ല, സോറി. ഇതുണ്ട്, പിന്നെ അതുകൊണ്ട് പക്ഷേ ആൾക്കാർ ഹെൽമെറ്റൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ ഉണ്ട് കുരിപ്പുകളായി. ഇതുണ്ട്, സർക്കാർ
ഉണ്ടാക്കിയിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഉല്ലാസത്തിനും വിനോദത്തിനുമായിട്ടുള്ള സ്ഥലങ്ങളാണിതൊക്കെ. എത്ര എണ്ണമാണെന്ന് നോക്കിയതുണ്ട്, മനോഹരമല്ല ഇതെല്ലാം.